പോത്തൻസിസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എഗ്ലെസ് മിൽക്ക് ബണ്ണാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിന് ചൂട് ഒട്ടും കൂടിപ്പോകരുത്. വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് മാറിയാൽ മതിയാവും. അതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നാല് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊഴിച്ചിട്ട് പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കാൽ കപ്പ് നോർമൽ വെള്ളമാണ് ബാക്കി ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴേക്കും വെള്ളം ഇത് പോരാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്തിരിക്കുന്ന ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇത് ഇനി നന്നായിട്ട് ഡബിൾ സൈസ് ആവുന്നവരെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ക്ലൈമറ്റ് അനുസരിച്ച് ടൈമിന് ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കുക. നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസ് ആവുന്ന ആ ടൈമിൽ വേണം ഇത് വീണ്ടും എടുത്തുനിന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഈക്വൽ സൈസായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. വെയിങ് മെഷീനിൽ നോക്കിയിട്ട് എടുക്കുവാണെങ്കിൽ എല്ലാം ഒരേ സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിത് കറക്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 70 ഗ്രാമുള്ള ബോൾസാണ് ഞാനെല്ലാം എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകളെല്ലാം യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടി നല്ല ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ബേക്ക് ചെയ്യുന്ന ട്രേയിൽ വെക്കുമ്പോഴേക്കും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വെക്കാനായിട്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പേസ് വിട്ടിട്ട് വയ്ക്കുന്നത്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 45 മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയാവും. ഇനി നമുക്കൊന്ന് മൂടി കൊടുക്കാം. മൂടി കൊടുക്കുമ്പോഴേക്കും പാത്രം ബണ്ണിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വേണം മൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോഴേക്കും മൂടി വെച്ചിരിക്കുന്ന പാത്രത്തിൽ മുട്ടിയിട്ട് അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് പാത്രം പൊക്കി വെച്ച് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആയിട്ടുള്ള അവനിൽ 12 to 15 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്.
ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇതേപോലെ ഒരു ടവൽ കൊണ്ട് ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് മൂടി കൊടുക്കുക. അപ്പം ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതിനുശേഷം ബേക്കിംഗ് ട്രേയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വയർ റാക്കിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ മിൽക്ക് ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.